ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കടായിലോട്ട് നമ്മൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ത് എണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വെളുത്തുള്ളി ഒന്ന് മൂക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം ചതച്ച മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചതച്ച മുളകിന് പകരം വേണമെങ്കിൽ നമുക്ക് പച്ചമുളകായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടി, ആ ഒരു അളവിലാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ അരിപ്പൊടി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ വലിയ തീയിൽ വേണ്ട, ചെറിയ തീയിൽ വേണം നമ്മൾ ഇതാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി ചൂടോടെ കൂടെ തന്നെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, ഇവിടെ നമുക്ക് ഒരു 3 ഇടത്തരം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തായാലും എടുത്താലും മതി കേട്ടോ. നമ്മളിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വാട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ അരിപ്പൊടിയില്ലേ, അതിലോട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില കൊത്തിയരിഞ്ഞതോ അല്ലെങ്കിൽ മല്ലിയില കൊത്തിയരിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കണം, നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലിവിടെ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചേർക്കുന്നില്ല. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും ചേർത്തിട്ട് വേണം ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഉരുളക്കിഴങ്ങിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ കണ്ടോ, ഇതേപോലെ ഒരു മാവിൻ്റെ പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കട്ടിയൊന്നും ഇല്ലാതെ നമ്മളിവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മാവിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ കുറച്ച് കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കയ്യിൽ എണ്ണ പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുക്കുക. എന്നിട്ട് കയ്യിൽ നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് 2 കൈ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വട്ടത്തിലോ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാറുണ്ട്. ഇവിടെ ഞാൻ ഇതേപോലെയാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വലിയ സൈസാക്കിയിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ വേവാനായിട്ട് ഒത്തിരി ടൈം എടുക്കും. അതിനേക്കാളും ഭേദം ചെറിയ ചെറിയ ഏതെങ്കിലും ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി നല്ല ക്രിസ്പി ആയിട്ട് ഇരുന്നോളും. ഇനി നമുക്കൊരു പാനിലോട്ട് നമുക്ക് വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുപ്പിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ഓരോന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി നിൽക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഇതേപോലെ ഓരോത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടായ എണ്ണ നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം നല്ല ഭംഗിയിൽ ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരും, ഉൾഭാഗം നന്നായിട്ട് വരില്ല.
കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പം നല്ല പോലെ മൊരിഞ്ഞ് നല്ല ഒരു ബ്യൂട്ടിഫുൾ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിലാവുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.